ഹോട്ടൽ നടത്തിവരികയായിരുന്ന എറണാകുളം സ്വദേശി റെനിൽ തോമസിന് റഷ്യൻ പൗരത്വവും ഉയർന്ന ശമ്പളവുമുള്ള ജോലിയുമൊക്കെയാണ് ഏജന്റ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ അവിടെ ചെന്നിറങ്ങിയ പാടെ യുദ്ധമുഖത്തേക്കുള്ള ആയുധ പരിശീലനത്തിന് അയക്കുകയായിരുന്നു റെനിലിനെ. പാചക ഉപകരണങ്ങൾക്ക് പകരം യന്ത്രത്തോക്കുകൾ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ റെനിൽ ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നീട് അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുകയായിരുന്നു. യുക്രൈൻ യുദ്ധമുഖത്തെത്തിയപ്പോഴാണ് താൻ എത്തിച്ചേർന്ന അപകടാവസ്ഥ റെനിലിന് ബോധ്യമായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് റെനിൽ പറയുന്നു. ഏപ്രിലാണ് അങ്കമാലി സ്വദേശി റെനിലടക്കം 6 പേർ റഷ്യയിലേക്ക് വിവിധ ജോലികൾക്കായി പോകുന്നത്. എന്നാൽ അവിടെ അവർ യുക്രൈൻ യുദ്ധമുഖത്താണ് എത്തപ്പെട്ടത്. ഇന്ന് അവരിൽ 2 പേർ നമ്മോടൊപ്പമില്ല. കൂടാതെ മറ്റൊരാൾ ഈ യുദ്ധമുഖത്ത് വെച്ച് പരിക്കേറ്റ് ഇന്ന് ഹോസ്പിറ്റലിലുമാണ്. ഇതിൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുകയാണ് റെനിൽ. എൻ്റെ അടുത്ത് സുമേഷ് ആൻ്റണി എന്ന് പറഞ്ഞ ചാലക്കുടിയിലെ ഏജൻറ്റാണ് പറഞ്ഞത്, റഷ്യയിൽ ക്യാൻറ്റീനിൽ കുക്കിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ഏപ്രിൽ 6-ാം തീയതി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ സന്തോഷ് അടക്കം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് മോസ്കോയിലേക്ക്. മോസ്കോയിലെത്തിയിട്ട് നമുക്ക് 1 മാസം ചെറിയ ട്രെയിനിങ് ഒക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞ ജോലിയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 6 പേരെ 3 ടീമാക്കിയിട്ട് 2 റീജിയനിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 10,200 കിലോമീറ്റർ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പിലാണ് ആക്കിയത്. അവിടെ ചെന്ന് ഞങ്ങളെ ഒരുപാട് വെപ്പൺസൊക്കെ യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു. നിങ്ങൾ പോകുമ്പോൾ ശരിക്കും എന്തൊക്കെയായിരുന്നു ഓഫർ ഈ ശമ്പളം കൂടാതെ? എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ PR കിട്ടും, പിന്നെ വൈഫിനെയും എല്ലാവരും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു ചാൻസാണെന്ന് വിചാരിച്ചാണ് പോയത്. ഞാനിവിടെ കുക്കിംഗ് തന്നെയായിരുന്നു, കാറ്ററിംഗ് ഒക്കെ ആയിട്ട്. ഈ 6 പേരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഫസ്റ്റ് നിന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ 2 ടീമാക്കി മാറ്റി. 3 ആളുകൾ വെച്ചിട്ട് ഓരോ സ്ഥലത്തേക്കും പറഞ്ഞയച്ചു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വെപ്പൺസ് ഉപയോഗിക്കാൻ പറഞ്ഞു തന്നു. അവിടെ എല്ലാവിധ വെപ്പൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസൈൽ, പീരങ്കി, ഗ്രനേഡ്, ബോംബ്, ഷെല്ലിൻ്റെ എല്ലാം, മെഷീൻ ഗണ്ണ്, പിന്നെ ഗണ്ണിൻ ഷൂട്ടിങ്, അങ്ങനെ എല്ലാവിധ ട്രെയിനിങ് തന്നു. ഈ ജോലിക്കല്ല അവിടേക്ക് പോയത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ലേ? ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇത് ഉപയോഗിക്കും. കാരണം നമുക്കിത് വീട്ടിൽ ഞാൻ ഈ ചട്ടകം പിടിച്ച് അങ്ങനത്തെ ഒരു ഇതാളാണ്. അങ്ങനത്തെ വേറെ ഇങ്ങനത്തെ വെപ്പൺസ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പിന്നെ പേടിച്ച നമ്മളവിടെ നിന്നായിരുന്നേ. ഈ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡർമാർ നമ്മളോട് ദേഷ്യപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളിപ്പോൾ എത്രയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയും നമ്മുടെ പഴയ ജോലിയിലേക്ക് എത്തി എന്നും പ്രതീക്ഷിച്ചാണ് നിന്നായിരുന്നത്. പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കോൺടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ അല്ല നമ്മുടെ മൊബൈലിലെ സിമ്മൊക്കെ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കോണ്ടാക്റ്റ് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ദിവസം ട്രെയിനിങ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ കുക്കിങ്ങിൻ്റെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് അതിലും കഠിനമായ ട്രെയിനിങ് രീതിയിലേക്കാണ്. പിന്നെ ഞങ്ങൾ മരണത്തിൻ്റെ മുന്നിൽ നിന്നിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ? അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്യാമ്പാണ്, ആർമിയുടെ ഒരു ക്യാമ്പാണ്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി കഴിഞ്ഞാൽ മുകളിൽ കൂടെ ഡ്രോൺ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കണേ, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഡ്രോൺ അറ്റാക്ക് കിടക്കും. അപ്പോൾ അതും ഞങ്ങൾ പേടിച്ച് അപ്പോൾ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അല്ലാണ്ട് വേറെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇന്ത്യക്കാരായിട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ വേറെ രാജ്യങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഇന്ത്യക്കാരായിട്ട് ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. പിന്നെ ഒരു സിബി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആ സിബിയാണ് ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്, ഈ മലയാളി. പിന്നെ ഒരുപാട് രാജ്യക്കാരുണ്ട്. അമേരിക്കയിൽ നിന്നൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ചൈനക്കാരുണ്ടായിരുന്നു, ഈജിപ്റ്റ്, സിറിയ, ശ്രീലങ്ക, അയർലൻഡ്. ഇവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് ഭാഷ അറിയില്ലല്ലോ. അവിടെ ഞങ്ങൾ അങ്ങനെ അധികം സംസാരമൊന്നുമില്ല. സംസാരിക്കാൻ നല്ല പേടിച്ചാണ് ജീവിക്കണേ.
എന്താണ് ഇപ്പം അടുത്ത സംഭവം എന്തായിരിക്കും എന്താവുമെന്ന് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് സംസാരങ്ങളൊക്കെ കുറവാണ്. എങ്ങനെയാ തിരിച്ചെത്തിയത്? ഒരു ആഗസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടി, ഒരു മെസ്സേജ് കിട്ടി. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് വൈഫൈ കിട്ടിയിരുന്നു. കാരണം സന്ദീപ് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ മരണപ്പെട്ട വിവരം കിട്ടിയിരുന്നു. അവിടെ ഉള്ളപ്പോൾ അറിഞ്ഞു. അപ്പോൾ ഇവരുടെ സന്ദീപിൻ്റെ വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എങ്ങനെ പോയെന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഏജൻറ്റിൻ്റെ പേര് പറഞ്ഞ് ഏജൻറ്റ് കൂടെ വേറെ 2 പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ഈ സന്തോഷം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ എംബസി വഴിയും ഒക്കെ ആയിട്ട് മിനിസ്ട്രി ആളുകളൊക്കെ സാർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് പോരാൻ പറ്റിയത്. റെനിലിനോടൊപ്പം ഉണ്ടായിരുന്ന 2 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ അത് എങ്ങനെ, ആ സാഹചര്യം എങ്ങനെയായിരുന്നു? അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? ഞങ്ങൾക്ക് അവരായിട്ട് ഒരു കോണ്ടാക്റ്റ് കുറവായിരുന്നു. കാരണം അവർ വേറെ സ്ഥലത്ത്, ഞാൻ സന്തോഷ് സിബി എന്ന് പറഞ്ഞവൻ ഒരു ഏരിയ ബഹുമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവർ വേറെ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ സ്പ്ലിറ്റായി പിന്നെ ഞങ്ങൾക്ക് തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ നാട്ടിൽ നിന്നാണ് അറിഞ്ഞത് ഇവർ നാട്ടിൽ നിന്നാണ് മെസ്സേജ് കിട്ടിയത്. സന്ദീപ് മരിച്ച വിവരം നാട്ടിൽ നിന്ന് അറിഞ്ഞത്. ബിനിൽ ജനുവരി 4-ാം തീയതി മരിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ ബിനിലിൻ്റെ ഫാദറും വൈഫും ഒക്കെ പോയി നടന്നിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. നാട്ടിലെത്തിയ ശേഷം റെനിൽ എന്താ പരാതിപ്പെടാനൊക്കെ ശ്രമിച്ചില്ലേ? ഈ ഏജന്റ് ആണല്ലോ കൊണ്ടുപോയത്. നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച്, ഡൽഹിയിൽ വെച്ച് ഞങ്ങളോട് CBI പറഞ്ഞു. CBI ഒരു 4 മണിക്കൂർ ഞങ്ങൾ എയർപോർട്ടിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പോയിപ്പോൾ തുടങ്ങി ഇവിടെ തിരിച്ച് ഇറങ്ങിയപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടുത്തെ സാർമാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ സാർമാർ പറഞ്ഞു ഞങ്ങൾ ഈ കേസ് എടുക്കുന്നത് നോക്കിക്കൊള്ളാം, അപ്പോൾ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് റോൻ്റെ സാർമാർ വന്നിരുന്നു, പിന്നെ NIAയുടെ സാർമാരൊക്കെ വന്നിരുന്നു. നാട്ടിൽ വെച്ച് എൻ്റെ വീട്ടിലും വന്നിരുന്നു. പോലീസിൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ബിനിലും ജെയിൻ എങ്ങനെയും പോരട്ടെ, നമ്മളെന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാതിരുന്നത്. ഇപ്പം ഞാൻ ഈ മാസം ജനുവരി മാസത്തിൽ ഞാൻ കൊടുത്തിരുന്നു. ഏജന്റിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തതായി അറിയുമോ? ഏജന്റ് ഇപ്പോൾ പിടിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. 3 ഏജന്റുമാരും പിടിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. വടക്കഞ്ചേരി സ്റ്റേഷനിലുണ്ടെന്ന് കേട്ടത്. ഈ ഏജന്റ് ഒരു രാത്രി ഞാൻ പോകുന്നതിന് തലേദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഭാര്യയും എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു മുദ്രപത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മുദ്രപത്രം ഞാൻ കൊടുത്തത് ബ്ലാങ്കായിട്ടാണ് കൊടുത്തേക്കണേ. അതിലിപ്പോൾ അവരെന്തെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തത് ശരിക്കും ഒരു തെറ്റായ തീരുമാനമായിപ്പോയി. കാരണം ആ മുദ്രപത്രത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിട്ടാണ് പോയതെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്കതിനെതിരെ ഒരു വാദവും നിർത്താൻ സാധിക്കില്ല. അത് ഞാൻ ഈ റഷ്യയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകണ്ടെന്ന് വിചാരിച്ച്, അപ്പോൾ ഞാൻ ആദ്യം 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ കാശ് പോകണമെങ്കിൽ പോട്ടെ, എന്നാലും ഇനി റഷ്യയിൽ യുദ്ധം ചെയ്യണമെങ്കിൽ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ യുദ്ധം നടക്കാണല്ലോ അവിടെ. അപ്പോൾ ആ ഏജൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, റെനിൽ പേടിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ വീട്ടിൽ ഞാൻ വരാം, അമ്മയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയാം, നീ കുക്കായിട്ടാണ് പോണേ, തോക്ക് പിടിക്കേണ്ട ഒരു ആവശ്യം വരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ രാത്രി എൻ്റെ വീട്ടിൽ വന്നേക്കണേ. അപ്പോൾ ആ ഒരു ഏജൻറ്റ് വീട്ടിൽ വന്ന് സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്കത്ര വിശ്വാസമുള്ളൂ. അപ്പോൾ ഈ ഏജൻറ്റ് അത്രയും കൺവിൻസ് ചെയ്തതുകൊണ്ട് റെനിൽ പോകാൻ സന്നദ്ധനായി. ഇപ്പോൾ ശരിക്കും പറയുകയും മുദ്രപത്രം നമ്മൾ ബ്ലാങ്കായിട്ട് ഒപ്പിട്ട് കൊടുത്ത് നമ്മൾ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോവോ? എനിക്കൊരു 4 വയസ്സുള്ള കൊച്ചുണ്ട്. ഈ കൊച്ചിൻ്റെ ഭാഗം കൊണ്ടുകൊണ്ട് ആരെങ്കിലും മരിക്കാൻ പോവോ? എന്തെങ്കിലും പണം എന്തെങ്കിലും കൊടുത്തിരുന്നോ ഈ ഏജൻറ്റിന്? ഞാൻ 2,40,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരും ഓരോരുത്തർക്കും പല. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കുക്കായൻ്റെ പേരിൽ നിനക്ക് ഏറ്റവും കൂടുതൽ പൈസ ഇത് മേടിക്കണമെന്ന്. അവർ 2,40,000 പറഞ്ഞിരുന്നു. ആ സാലറി തന്നെ ഓഫർ ചെയ്തിരുന്നു. റെനിലിന്റെ കൂടെ വന്ന മറ്റുള്ളവരുടെ അവസ്ഥ ഇപ്പം എന്താണ്? 2 പേരും ഓൾറെഡി മരിച്ചു. അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോൾ?
ആ ഞാൻ പോകാറുണ്ടായിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ പോയിട്ടുണ്ട്. സന്ദീപിൻ്റെ വീടാണെങ്കിലും നമ്മളെല്ലാവരും വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് നമ്മൾ പോകുന്നതാണ്, അല്ലാണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ ഇങ്ങനെ പോകില്ലല്ലോ. പിന്നെ സന്ദീപിൻ്റെ വീടാണെങ്കിലും അവരുടെ അച്ഛനമ്മനെയും കണ്ട വളരെ ദയനീയമായ അവസ്ഥയാണ്. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ മാസം മരിച്ച ബിനിലിൻ്റെ അവസ്ഥ. അവൻ കല്യാണം കഴിച്ചിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ പോയിപ്പോൾ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഭാര്യ. ആ കൊച്ചിൻ്റെ മുഖം പോലും അവന് കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ റെനിലിന് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ? ഇനിയിപ്പോൾ ബിനിലിൻ്റെ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കണം. അതേപോലെ ജയനെയും കൊണ്ടുവരണം, നാട്ടിലെത്തിക്കണം. അവനിപ്പോൾ മോസ്കോ ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വിളിച്ചപ്പോഴാണ് അവന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവൻ്റെ വയറിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഫുൾ കീറിയിട്ട് എന്തോ ബോംബ് വീണിട്ട് എന്തോ അടിച്ച് കയറി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. തെളിവാണല്ലോ ഇത്. ഇപ്പോഴും യുദ്ധം അവിടെ നടക്കുന്നതിന് തെളിവായി ഇവർ മരിക്കാൻ കാരണം. പണ്ടൊക്കെ ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ തട്ടിപ്പ് കഥകളായിരുന്നു നമ്മൾ കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലേക്കും ലാവോസ്, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോകുന്ന മനുഷ്യർ വരെ ചതിക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകുന്നതിലും തെറ്റില്ല. എന്നാൽ ഇവിടേക്ക് പോകുമ്പോൾ ഒരു അംഗീകൃത റിക്രൂട്ടിംഗ് ഏജന്റിന് കീഴിൽ മാത്രം പോകാൻ ശ്രമിക്കുക. എല്ലാവിധ മുൻകരുതലോടും മാത്രം പ്രവാസം തിരഞ്ഞെടുക്കുക.